മരണാനന്തര ജീവിതം സാധ്യമാണോ എന്നൊരിക്കലെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? അതിന് ശാസ്ത്രം പറയുന്നൊരു ഉത്തരമാണ് ക്രയോണിക്സ്. മരണശേഷം മനുഷ്യശരീരത്തെ അതീവ താഴ്ന്ന ഊഷ്മാവിൽ ഏകദേശം -196 °C സൂക്ഷിക്കുന്ന പ്രക്രിയയാണിത്. ഭാവിയിൽ വൈദ്യശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ഇവരെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ സാങ്കേതികവിദ്യ. ഇതൊരു സയൻസ് ഫിക്ഷൻ കഥയല്ല. നിലവിൽ ലോകത്ത് നൂറുകണക്കിന് ആളുകൾ ക്രയോണിക്സ് വഴി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്? മരണം സ്ഥിരീകരിച്ചാലുടൻ ശരീരം തണുപ്പിക്കാൻ തുടങ്ങുന്നു. തുടർന്ന് രക്തം മാറ്റി കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാൻ സഹായിക്കുന്ന ക്രയോപ്രൊട്ടക്റ്റന്റുകൾ എന്ന പ്രത്യേക രാസവസ്തുക്കൾ നിറയ്ക്കുന്നു. ഈ പ്രക്രിയയെ വിട്രിഫിക്കേഷൻ എന്ന് പറയുന്നു. ഇത് കോശങ്ങളിൽ ഐസ് ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നത് ഒഴിവാക്കി ശരീരത്തെ ഒരു ഗ്ലാസ് പോലുള്ള അവസ്ഥയിലേക്ക് മാറ്റുന്നു. പിന്നീട് ശരീരം ദ്രവ നൈട്രജനിൽ -196 °C സൂക്ഷിക്കുന്നു. ഈ താപനിലയിൽ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. ഇത് ദീർഘകാല സംരക്ഷണം സാധ്യമാക്കുന്നു. ഇതൊരു സങ്കീർണമായ പ്രക്രിയയാണ്. വലിയ വെല്ലുവിളികളും ഇതിനുണ്ട്. ഏറ്റവും വലിയ വെല്ലുവിളി തണുത്തുറഞ്ഞ കോശങ്ങളെ കേടുപാടുകളില്ലാതെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ്. നിലവിലെ സാങ്കേതികവിദ്യയ്ക്ക് അതിന് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും തലച്ചോറിന് കേടുപാടുകൾ കൂടാതെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ക്രയോണിക്സ് ഒരു പ്രതീക്ഷയാണ്, ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.